ഒന്നുമില്ലായ്മയുടെ നടുവിലും അപ്പച്ചനെ ആരാധിക്കാൻ കഴിയുന്നതാണ് ആരാധനയുടെ മഹത്വം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്നുമില്ലായ്മയുടെ നടുവിലും, പ്രൈസ് ദി ലോർഡ്, ഒന്നുമില്ലായ്മയുടെ നടുവിലും പ്രതീക്ഷകൾ അസ്തമിച്ചാലും ഇന്ന് പകൽ ആരാധിക്കാൻ കഴിയുന്നതാണ് ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ പാറയാ, നമ്മുടെ കോട്ടയാ. പ്രൈസ് ദി ലോർഡ്, നമ്മളെ കാക്കാൻ മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട്. നമ്മുടെ പാറയായ ഒരു കർത്താവ്, നമ്മുടെ ഉറപ്പുള്ള പാറയായ കർത്താവ് നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഒന്നിനെയും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ബലഹീന സമയങ്ങളിൽ, ആമേൻ, വീഴുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ, ആരുമില്ല എന്ന് നിനക്ക് തോന്നുന്ന സമയങ്ങളിൽ ഇന്ന് പകൽ നിന്നെ തൊടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചനയായി വിളിച്ചു പറയുന്നു, പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാത്ത അവസ്ഥയിൽ ഏകനായിരിക്കുമ്പോൾ, സകലതും നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുമ്പോൾ കൂടെ ഇറങ്ങി വരുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അവൻ പാറയായ കർത്താവ്, പ്രൈസ് ദി ലോർഡ്. ഉറപ്പുള്ള ഗോപുരമായ കർത്താവ്, പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ ഒരുമിച്ച് കരങ്ങളെ തട്ടി ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്കേ. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്കേ. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന. ഉറപ്പോടെ പറഞ്ഞാട്ടെ, എന്റെ പാറയാകും, എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും, ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്കേ. ഓ മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്കേ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ, യേശുനാഥ, നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ യേശുനാഥ, നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധനേ, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഓ ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ
എന്നെന്നും ആനന്ദം പകരുന്നു നീ നിന്റെ ചിറകുകളിൻ നിഴലിൽ. എന്നും ആനന്ദം പകരുന്നു നീ. ഓ വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ വിശ്വസ്തനും നീ എൻ തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധനേ ആരാധന അങ്ങേക്ക്, ആരാധന. ഓ റിബാബാരിക്കാരകനെ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. ഒരിക്കൽ കൂടി ചേർന്ന് എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. ഓ യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ ആരാധന. ഓ ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. നാദാ നീ ചെയ്ത, നാദാ നീ ചെയ്ത നന്മകളെ എന്നെന്നും സ്തുതിച്ചിടുമേ. ഓ നാദാ നീ ചെയ്ത നന്മകളെ എന്നെന്നും സ്തുതിച്ചിടുമേ. ആരാധന ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന. വിശ്വസ്തനേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനേ വിശ്വസ്തനും നീ എന്നും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ഓ വിശ്വസ്തനും നീ എൻ തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. ആരാധനേ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. ഓ യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ഓ യേശുനാഥ നീ എൻ ബലമായതാൽ ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന
ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ഹല്ലേലൂയ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, അങ്ങേക്ക് മാത്രം ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ഹല്ലേലൂയ ആരാധന, ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഓ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. ഓ ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ, ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഓ ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു, തൻഹിതമാണെന്ന്. എൻ ദൈവമേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. ഓ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ഓ ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ഓ എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു, എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു. വേല തികയ്ക്കുന്നതെന്റെ ആഹാരം, ഓ വേല തികയ്ക്കുന്നതെന്റെ ആഹാരം. ഓ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ. പോയൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം. നിന്യമാണ് എനിക്ക് ലോകലാവണ്യം, നിന്യമാണ് എനിക്ക്. എൻ ദൈവമേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം. ഒരിക്കൽ കൂടി ചേർന്ന് ഓ ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഓ ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു, തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. ഓ എൻ ദൈവമേ
ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായ ദൈവമേ. We worship you, Lord. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. ഓ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. ഓ നിൻഹിതം ചെയ്വോന നിസുതനെ പോലെ, നിൻഹിതം ചെയ്വോന നിസുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ. ഓ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം. ഓ ശബാരി ഖബാരാലെ ധരിയേ, ഓ അത്തനമവിടെ ക്ഷൈതാരകനെ, ഓ അടകാരകനെ അർച്ചനവേദികരന്തകരകനെ, ഓ രി ഖബാര അർച്ചനവേദികരന്താരകനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവപ്പ അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഇന്ന് പകൽ എന്റെ ഇഷ്ടമൊന്നുമല്ല അപ്പച്ച, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണേ. ഇന്ന് പകൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. ഓ ഇന്ന് പകൽ നീ അവന്റെ ഉള്ള കരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ തലയിലെ തലമുടികൾ കൊഴിയുന്നത് പോലും അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഓ ഇന്ന് പകൽ ഈ മീറ്റിംഗിന്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ട. ഓ റിബാബാരി ഖമരാലെ ദരിയാ തനവേദിയരന്തകരകരെ ഏടകാരകരെ രക്ഷാരകരെ. Praise you Lord. Hallelujah 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 hallelujah. Oh praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah hallelujah. En ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്നിൽ പൂർണ്ണമാക്കണേ. ഓ ബലവീന നേരം என் கிருபை உனக்கு போதும். பலவீனத்தில் பலம் தருவீனென்றே. பலவீன நேரம் என் கிருபை உமக்கு போதும். பலவீனத்தில் பலம் தருவீனென்றே. நிலை போல என் வாழ்வில் வந்தவரே, விலகாமல் துணை நின்று காப்பவரே. நிலை போல என் வாழ்வில் வருபவரே, விலகாமல் துணை நின்று காப்பவரே. நீ போதும் என் வாழ்விலே ஏசையா, நீ போதும் என் வாழ்விலே. நீ போதுமே, நீ போதும் என் வாழ்விலே ஏசையா, நீ போதும் என் வாழ்விலே. தாய் போலே தேற்றி, தந்தை போல ஆற்றி,
தோள் மீது சுமைந்திடும் என்னேசையா. தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீது சுமைந்திடும் என்னேசையா. உன்னை போல புரிந்து கொள்ள யாரும் இல்லையே, உன்னை போல அரவணைக்க யாரும் இல்லையே, உன்னை போல புரிந்து கொள்ள யாரும் இல்லையே, உன்னை போல அரவணைக்க யாரும் இல்லையே. நீ போதும் என் வாழ்விலே இயேசையா, நீ போதும் என் வாழ்விலே. இயேசப்பா நீ மட்டும் போதுமே, நீ போதும் என் வாழ்விலே. இயேசையா நீ போதும் என் வாழ்விலே. நிஸ்தூல ஸ்நேகத்தாலே ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിൻ മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞോ. Hallelujah, amen. Hallelujah, hallelujah, amen. Hallelujah. ഒരിക്കൽ കൂടി പാടാമോ? നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിൻ മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ വിൺമഹിമ വെടിഞ്ഞോ. Hallelujah, amen. Hallelujah. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യേശുവേ നിൻ പാദം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നിസ്തുല്യ സ്നേഹത്താൽ എന്റെ പാപങ്ങൾ നീക്കുവാൻ, എന്റെ ശാപങ്ങൾ മാറ്റുവാൻ വിൺമഹിമകൾ വെടിഞ്ഞ് താണഭൂമിയിൽ ഇറങ്ങി വന്ന ഞങ്ങളുടെ കാരുണ്യവാനി, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യവിലാവുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ബലഹീന നേരങ്ങളിൽ, ഞങ്ങൾ ആശയറ്റ നേരങ്ങളിൽ, ഞങ്ങൾ നിരാശരായിരിക്കുന്ന സമയങ്ങളിൽ തുണയായി ആരുമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുമ്പോൾ അപ്പച്ചാ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ പൊതിഞ്ഞല്ലോ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് ഇടപെട്ടല്ലോ. നീ മാത്രം മതി കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശക്തമായി ദൈവഭൃത്തിനെ എടുത്ത് ഉപയോഗിച്ചാട്ട് ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ശക്തമായി അങ്ങയുടെ വചനം പ്രസ്താവിക്കുവാൻ നിന്റെ മകനെ നീ സഹായിച്ചാട്ട് മീറ്റിങ്ങിനെ ആദ്യോടെന്ന് പരിച്ച് നടത്തിയാട്ട് പ്രാർത്ഥന കേട്ട നല്ല കരുണയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ജീസസ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ പൽക്കാലം ഓൺലൈനായിട്ട് നമ്മളോട് ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ
നമ്മുടെ കൂടെ ഇന്ന് പൽക്കാലം ജോയിൻ ചെയ്തിരിക്കുന്ന പാസ്റ്റർ ജോമോൻ മാത്യുവിന് ഓർത്ത് സ്തുതിക്കുന്നു. നാളുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ്റെ സഭയിൽ ശുശ്രൂഷയ്ക്കായിട്ട് സൂമിൽ കൂടി എന്നെ വിളിപ്പാനിടയായി. ശുശ്രൂഷകൾ അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിലും തീരുമാനത്തെ കൊണ്ട് കർത്താവ് ഇടയാക്കി. സ്തോത്രം. നമ്മുടെ എബി ബ്രദർ, നമ്മുടെ എബനേസർ ബ്രദറിൻ്റെ കെയർ ഓഫില്ല കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാനും ആ ഒരു ബന്ധം എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ആ ഒരു കണക്ഷൻ കിട്ടിയേ. അതിനുശേഷം പലപ്പോഴും വിളിക്കുവാനും തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് വിഷയങ്ങൾ ഏറ്റെടുത്ത് ഉപസിക്കാനും ഒക്കെ കർത്താവ് കൃപ നൽകി. ദൈവം നൽകിയ ആ ഡിവൈൻ കണക്ഷനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് കോവിഡ് ദാറ്റ് ദിസ് ഹാസ് ഹാപ്പൻ. സോ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പലതും നമുക്ക് പലരെയും നമ്മൾ പരിചയപ്പെടുവാനും പല ദൈവാസന്മാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുവാനും ഒക്കെ കർത്താവ് കൃപ നൽകി. കർത്താവിൻ്റെ ദാസൻ റിവൈവൽ AG ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതുപോലെ അഗാപ്പെ ബൈബിൾ കോളേജിൻ്റെ ചുമതലയും കർത്താവിൻ്റെ ദാസനുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ഡബ്ലിനിലുള്ള IPC സഭയിലേക്ക് കർത്താവിൻ്റെ ദാസനെ ആദരവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. പ്ലീസ്. Thank you, Pastor. കേൾക്കാം. First of all, I give all the glory and all the honor to our living God. ആദ്യമായി സകല മാനവും മഹത്വവും പുകഴ്ചയും സർവവല്ലഭനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയതിനാണ് ഞാൻ ദൈവത്തിനെ വാഴ്ത്തുകയും നന്ദി കരയറ്റുകയും ചെയ്യുക. കർത്താവിന്റെ വിലയേറിയ ദാസൻ പറഞ്ഞതുപോലെ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് തമ്മിൽ പരിചയപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ബന്ധം പുലർത്തുക. I can say that he is one of my prayer partners. I have a few prayer partners. ഞാൻ അദ്ദേഹത്തെ കണ്ടു മുതൽ ഒരു ആത്മീയനായി കാണുവാൻ. ഞങ്ങൾ തമ്മിൽ മുഖപരിചയമില്ല, വലുതായിട്ടൊന്നും ഞങ്ങൾ കോണ്ടാക്ട് ഫോണിൽ കൂടുന്നു അധികം സംസാരിച്ചിട്ടില്ല. മേ ബി മാക്സിമം 2 or 3 times we spoke. പക്ഷെങ്കിൽ I found an anointing on him. I found he is a man of God. ഞാൻ കുറച്ചുപേരെ എൻ്റെ പ്രയർ പാർട്ട്നേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ പ്രയർ പാർട്ട്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ we should be very careful. Because they are the one who is standing with us and also they should be a people whom we can trust. Okay, ചില സമയത്ത് നമ്മുടെ ആരും അറിയാത്ത ചില വിഷയങ്ങളൊക്കെ നമ്മൾ അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യും. Okay, so that's I found a quality in him. He is my prayer partner too. Thank you, Pastor. എന്നെ ഇന്ന് വൈകിട്ട് ഇൻവൈറ്റ് ചെയ്തത് വളരെ വളരെ നന്ദിയുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. I'm not worthy to come to your platform, but God made it and you invited. Thank you very much. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എബനേസറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ ആത്മീയനായി തീർന്നെന്ന് എനിക്ക് തോന്നുന്നു. God bless you. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചർച്ചിലെ 2 സഹോദരന്മാരുണ്ടായിരുന്നു, ഒരു രജനീഷും ഒരു എബനേസറും. വളരെ ആക്റ്റീവായിരുന്നു. അതിലൊന്നാണ് എബനേസർ. അദ്ദേഹം ചർച്ച വിട്ടിട്ട് ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി ആൾക്കാർ, ബോംബെ സിറ്റി ആണ്, പീപ്പിൾ കംസ് ആൻഡ് ഗോസ്, ബട്ട് വെരി ഫ്യൂ പീപ്പിൾ കീപ് ദ റിലേഷൻഷിപ്പ്. അതിനകത്ത് ഒരാളാണ് ഈ എബനേസറാണ്. സ്റ്റിൽ ഹി ഹാവ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് us. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ. Brother Jackson, you are a man of anointing. If I tell you, I could experience God's presence. ഞാൻ ഇവിടെ എൻ്റെ റൂമിൽ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു. റിയലി ദൈവം ധാരാളമായിട്ട് ജാക്സൺ ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ, ശക്തമായിട്ട് അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I believe that everyone enjoyed this morning service. Now the presence of God you felt. I felt the presence of God. Okay. ഞാൻ അധികം സമയം മുഖപുര പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Now you know that this is the second Sunday of the year. Okay. ശേഷം കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. നിങ്ങളെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. വാക്യങ്ങളൊക്കെ പറയുവാൻ പിന്നെ പല ചർച്ചകളിലും ഒക്കെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെയൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ യു ആർ ടേക്കിംഗ് ആൻ ഇനിഷ്യേറ്റീവ് ഫോർ ദാറ്റ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ യു ആർ വെരി ആക്റ്റീവ്. ഓക്കെ, ചിലരൊക്കെ മലയാളത്തിലൊക്കെ പറഞ്ഞു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ ഓക്കെ എടുക്കുന്ന എല്ലാ ഇനിഷ്യേറ്റീവിനായി സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. I believe that it's a wonderful experience. You are a blessed church. I could experience. Okay, even though we have a few minutes, I could experience that fellowship. You are a wonderful church. Keep it up. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, എന്റെ വോയിസ് ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ട്. വെരി ക്ലിയർ. നമുക്കറിയാം ന്യൂ ഇയറിലെ ആൾക്കാരെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു ബ്ലെസ്സിംഗ് മെസ്സേജ്. Okay, everybody expect a blessing message in the new year. Okay,
നമുക്കറിയാം ന്യൂ ഇയർ വരുന്ന സമയത്ത് വാച്ച് നൈറ്റ് സർവീസ് കഴിയുമ്പോൾ പ്രോമിസ് വാക്യങ്ങളും അതുപോലെ ഒരു ബ്ലെസ്സിംഗ് മെസ്സേജും മേ ബി 2-3 വീക്സ് എവരിബഡി എക്സ്പെക്ട്സ്. ഓക്കെ, ഒരു ബ്ലെസ്സിംഗ് മെസ്സേജ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടുതലായിട്ട് അനുഗ്രഹിക്കും. ആണ്ടിന്റെ ആരം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി വിൽ ബി അപ്പോൺ യുവർ ഹോം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നമ്മൾ അനുഗ്രഹത്തിന്റെ വചനങ്ങളും അനുഗ്രഹത്തിന്റെ മെസ്സേജുകളുമാണ്. ഓക്കെ, സോ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കും. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യം, അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷേകം, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മാവിന്റെ പ്രവർത്തനം, അതുപോലെ ഒരു അഭിവൃദ്ധി, ഒരു സമാധാനം, ഒരു വിശാലത, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് ആ ന്യൂ ഇയറിലെ ഒന്നാമത്തെ ദിവസം ആ പ്രസംഗം കൊണ്ടും ആ പ്രോമിസ് വാക്യം കൊണ്ടൊക്കെയാന്ന് വിചാരിക്കുന്നത്. ഞാൻ അതിനെതിരൊന്നും അല്ല. ഈവൻ വി ഡു ഓൾസോ ഡു ദാറ്റ്. ബട്ട് ലെറ്റ് മീ ടെൽ യു ദ സെയിം വേ ഈ വർഷം ദൈവം നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു. You also expecting something from the Lord. In the same way, God is also expecting something from you. നമ്മൾ അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവം നിങ്ങൾക്ക് തരാനായിട്ടുള്ള ആഗ്രഹങ്ങൾ, ദൈവം നിങ്ങൾക്ക് തരാനുള്ളതായ ചില നന്മകൾ, വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് യു, അതിനെക്കുറിച്ച് നിങ്ങൾ നല്ല മെസ്സേജ് കേട്ടുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ബട്ട് tonight, this morning time, I want to speak you a message what God is expecting from you in this year. ഈ വർഷം ദൈവം നിങ്ങളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതായ ഒരു മെസ്സേജാണ് ഞാൻ നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോട് പറയാൻ പറഞ്ഞു. I was praying in the presence of God the day when the servant of God invited me. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Yesterday evening time, God gave me a message. Hallelujah. This is from the Lord. This is not, hallelujah, from any sources. This is what the Lord gave to me. I am giving to you, hallelujah, what I received from the Lord. Hallelujah. For that, please turn with me in book of Jude. യൂദായുടെ ലേഖനം അതിന്റെ 24-ാമത്തെ വാക്യം. Book of Jude, verse 24, before Revelation. Somebody help me in reading, otherwise I will read. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. പ്രിയ കർത്താവേ, ഈ പ്രത്യേക സമയം ഞങ്ങളുടെ ഈ ഹല്ലേലൂയ ശുശ്രൂഷ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. God, I pray for the people, those who are listening me from the other side of this world. Lord, I pray for every home your spirit will work, Lord. Every heart will be moved by the Holy Spirit, Lord. Hallelujah. I pray, God, hallelujah, every home, the Shekinah of the Lord will be filled, Lord. Hallelujah. Even I pray for myself, Lord. കർത്താവേ, hallelujah, എന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഒന്നും സംസാരിക്കാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ ചിന്തകളല്ല ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ എന്തു പറയുവാൻ ആഗ്രഹിക്കുന്നു അത് മാത്രം, hallelujah, എന്റെ ബുദ്ധി അബലമായി മാറണം. പരിശുദ്ധാത്മാവ് മാത്രം പ്രവർത്തിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുക. Let the anointing and the revelation of the Lord may flow this hallelujah morning time, Lord, upon the hallelujah hearts of the people, upon through my mouth, Lord, in Jesus' name. We invite the work of the Holy Spirit. We expect hallelujah the revelation from you. We receive hallelujah prophetic and transformation message from you, Lord. You alone will take the glory. No man will take the glory. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് മാത്രം മഹത്വമെടുക്കും. ഒരൊറ്റ വ്യക്തി പോലും അതിൽ പോരുവാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം മാത്രം മഹത്വമെടുക്കും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവേ, ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അതിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഈ വർഷം ദൈവം പ്രതീക്ഷിക്കുന്ന ഇന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വീഴാതിരിക്കണം. 2, നിങ്ങൾ മഹിമാസന്നിധിയിൽ നിൽക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹിമയോടുകൂടെ നിൽക്കണം. 3, നിങ്ങൾ കളങ്കമില്ലാത്തവരായി നിൽക്കണം. 4, നിങ്ങൾ ആനന്ദത്തോടെ നിൽക്കണം. ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദിസ് ഇസ് വാട്ട് ഗാഡ് ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു. നിങ്ങൾ വീഴരുത്. 2, നിങ്ങൾ ദൈവത്തിന്റെ മഹിമയിൽ നിൽക്കണം. ലെറ്റ് എക്സ്പീരിയൻസ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. 3, നിങ്ങൾ കളങ്കമില്ലാത്തവരായി നിൽക്കണം. യു ഷുഡ് ഹാവ് എ ക്യാരക്ടർ. ദാറ്റ് മീൻസ് ദാറ്റ് ഇന്നസെൻസി, ദാറ്റ് ഹാർട്ട് ലാംഗ്വേജ്. 4th one, നിങ്ങൾ എല്ലാവരും സന്തോഷമുള്ളവരായി തീരണം. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു അനുഭവം ദൈവം തരണം. ദിസ് ഇസ് വാട്ട് ഗാഡ് ഈസ് എക്സ്പെക്ടിങ് 4 things. പക്ഷെങ്കിൽ ഇന്ന് എല്ലാം പറയാൻ സമയമില്ല. ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം
കളങ്കമില്ലാത്തവരായി എങ്ങനെ നിൽക്കുവാനായിട്ട് ഒക്കും? ഔട്ട് ഓഫ് 4 I am taking only one word. Out of hallelujah, how we can be innocent in the presence of God. ഞാൻ എപ്പോഴും സാധാരണ പറയുന്നത് പോലെ I tell to our Bible college students as well as our believers, hallelujah, God is not happy with your charisma, he wants your character. ദൈവത്തിന് നമ്മുടെ കരിസ്മയല്ല വേണ്ടത്, സ്റ്റേജിൽ കിടന്ന് ചാടുന്നതായ കുറെ കരിസ്മയും കുറെ ഇളക്കപ്പെരുക്കങ്ങളും കുറെ വാക്ചാതുര്യവും കുറെ വാചാലതയും കുറെ ജ്ഞാനവും കുറെ ഹല്ലേലൂയ ഒഴുക്കും തമാശയും അങ്ങനൊന്നുമല്ല എന്റെ ദൈവത്തിന് വേണ്ടത്. God doesn't want your pulpit, hallelujah. God want your heart, hallelujah. ദൈവത്തിന് വേണ്ടത് നമ്മുടെ പുൾപിറ്റിൽ ഉള്ള ഒരു വ്യക്തിയല്ല വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ഹല്ലേലൂയ നിന്നെയാണ്. നീ രഹസ്യത്തിൽ ഇരിക്കുമ്പോൾ നീ കളങ്കമായി നിൽക്കുന്ന നിന്റെ ക്യാരക്ടറിനെയാണ്. God wants your character than your charismas. Praise the Lord. ഇന്ന് നമ്മളെല്ലാവരും കരിസ്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? Even in Bombay, I don't know your country. No, in Bombay we pray more for God, anoint us with the gift of the Holy Spirit. കർത്താവെ ഞങ്ങൾക്ക് നല്ല വരങ്ങൾ തരണം, പുതിയ വരങ്ങൾ തരണം. കർത്താവെ prophetic gifts തരണം, അടയാളങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാകണം. No, we pray for the pulpit ministry. No, that's what. നമ്മൾ പുൾപിറ്റ് നിൽക്കുമ്പോൾ നമ്മൾ ശക്തന്മാരായി മാറണം, അഭിഷിക്തന്മാരായി മാറണം. Why? Is it for the kingdom of God? It's for our name, our fame. അല്ലേ? നമ്മൾ അതിനു വേണ്ടിയാ 7, 10, 21, 40 days we fast. Okay, I'm not against that. But I'm telling you, see, for God, more than your charisma, your character is important. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മുടെ സ്വഭാവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാകും. ഹല്ലേലൂയ. മാത്യു ചാപ്റ്റർ 5, 6, 7 വായിച്ചിട്ട് ഹല്ലേലൂയ അവസാനം യേശു കർത്താവ് പറയുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് 6 verse 20 onwards is telling, ഹല്ലേലൂയ, അതിനകത്ത് പറയുന്നത്, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പറഞ്ഞു, I don't know who you are. ഹൈലി കരിസ്മാറ്റിക് ആണ്, ഹൈലി ഡെലിവറൻസ് മിനിസ്ട്രി ഉള്ളവരാ. Hallelujah. You can do the ministry here, but there is no guarantee your ministry will take you to the heaven. Hallelujah. എന്നാൽ നമുക്ക് കാലം പറയട്ടെ, if you have an innocent character, there is a guarantee you can go to the heaven. Your pulpit ministry never give a guarantee. Your charisma never give a guarantee that you will go to heaven. But your character will give a guarantee. Your divine character, hallelujah, നിങ്ങളുടെ ദൈവിക സ്വഭാവം നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരികയാണ്. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ നിങ്ങൾ ഉയർച്ചെഴുന്നേൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ രൂപാന്തരം പ്രാപിക്കും എന്നുള്ളത് ഒരു വാഗ്ദത്തം ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിങ്ങളുടെ ക്യാരക്ടറാണ് നിങ്ങൾക്കൊരു കൺഫർമേഷൻസ് തരുന്നത്. പകൽക്കാലം ദൈവം എനിക്ക് തന്നതായ സന്ദേശം കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നോ, ഒത്തിരി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് വലിച്ചു നീട്ടിയത് കൊണ്ട് കാര്യമില്ല. യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഗോയിങ് ടു സ്പീക്ക്. ഈ കളങ്കമില്ലാതെ ദൈവം 3 കാര്യം നമ്മൾ നിർദ്ദേശിക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് ഹോളിനെസ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളൊരു വിശുദ്ധരായി തീരുവാനാണ്. വാട്ട് ഈസ് വിശുദ്ധി? ഓക്കെ, ഈ വെള്ളയുടുപ്പിടുന്നതും ഒരു ക്ലീൻ ഷേവ് ചെയ്യുന്നതും സിമ്പിളായി നടക്കുന്നതാണോ വിശുദ്ധി എന്ന് പറയുന്നത്? That is simplicity. This is not a holiness. This is my identity. It's not a holiness. ക്ലീൻ ഷേവ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ വെള്ള വസ്ത്രം അടിക്കുന്നതൊക്കെ എൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. ഓക്കെ, പാസ്റ്റർമാരൊക്കെ അങ്ങനെ ചെയ്യണം. ഓക്കെ, ഐ എം വർക്കിംഗ് എം ദ ഹിന്ദി കോൺഗ്രിഗേഷൻ. ഞാൻ എപ്പോഴും വെള്ളയൊന്നും അങ്ങനെ ഇടാറൊന്നുമില്ല. ഓക്കെ, ബട്ട് ഐ എം വർക്കിംഗ് എം ദ ഹിന്ദി പീപ്പിൾ. This is my identity. This is not my holiness. This is not the proof of my holiness. This is all my identity. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, ഹോളിനെസ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നതായ ചില ബാഹ്യമായ ചില ആവരണങ്ങളോ ബാഹ്യമായ ചില ചേഷ്ടകളോ. ഹല്ലേലൂയ, your external performance is not an holiness. Hallelujah. You are coming to the church and clapping the hands. Hallelujah. Maybe singing the song, or even you are worshiping the Lord in tongues. That is not an holiness. Even I am preaching hallelujah with the hallelujah, no word of God. That is not an holiness. I am wearing white clothes. That is not an holiness. Holiness is something which is coming from your heart. Hallelujah. You are tuned with God. Praise the Lord. ഇന്ന് പകൽക്കാലം ഹോളിനെസ് എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്നതല്ല. നിങ്ങളുടെ വീട്ടിൽ TV ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ചാനൽ കാണാത്തതല്ല പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്.
നിങ്ങളുടെ വീട്ടിൽ ഇന്റർനെറ്റ് ഉണ്ടായിട്ട് ഇന്റർനെറ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സാധാരണ ഫോണ്, അല്ലെങ്കിൽ വീട്ടിൽ നെറ്റ് കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നതല്ല ഹല്ലേലൂയ ഹോളിനെസ് എന്ന് പറയുന്നത്. പാപം ചെയ്യുവാൻ അവസരങ്ങൾ ലഭിച്ചിട്ടും, പാപം ചെയ്യുവാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഹല്ലേലൂയ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും അതിൻ്റെതായ വഴികളിൽ പോലും പോകാതെ, അങ്ങോട്ട് പോലും തിരിഞ്ഞു നോക്കാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനും അതിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതിനെയാണ് ഹല്ലേലൂയ അതിനെയാണ് ഹല്ലേലൂയ വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ അല്ലാതെ ഭാഗ്യമായ ചില പ്രക്രിയയെ അല്ല വിശുദ്ധി എന്ന് പറയുന്നത്. ഹല്ലേലൂയ സഭായോഗത്തിന് വരുന്നതോ, പെന്തക്കോസ്തലനായിട്ട് ജീവിക്കുന്നതോ, വെള്ളവസ്ത്രം ധരിക്കുന്നതോ, ആഭരണം വർജിക്കുന്നതോ, അല്ലെങ്കിൽ കുറച്ച് ഹല്ലേലൂയ ബാക്കിയുള്ളതായ നമ്മുടെ ചട്ടങ്ങൾ ഹല്ലേലൂയ അനുകരിക്കുന്നതോ അല്ല വിശുദ്ധി എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പാപം ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടും പ്രലോഭനങ്ങൾ നമ്മളെ തള്ളിയിട്ടും ഹല്ലേലൂയ when you are forced by the temptations, you got an opportunity to do the sin, still you are not doing it. That is called holiness. Praise the Lord. It is not that you are removing the connection from your home and telling that I want to live in a holiness. You keep that home, you connection. Let the internet be over there. Let the handset be in your home. In your hand, no problem. But still, in the midst of that, in the midst of that temptation, in the midst of that force, still you are telling, for me, the principle of the word of God is more important. എന്റെ ജീവിതത്തിൽ അതിനെയാണ് ദൈവം വിശുദ്ധി എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോസഫിന്റെ ജീവിതത്തിൽ യോസഫിനെ നമ്മൾ വിശുദ്ധനായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് വിശുദ്ധനായിട്ട് കാണുന്നത്? തന്റെ ജീവിതത്തിൽ പാപം ചെയ്യുവാൻ ഇഷ്ടം പോലെ അവസരമുണ്ടായിരുന്നു. എന്റെ അപ്പൻ അവിടെ ഇല്ല, സഹോദരന്മാരില്ല, അമ്മയില്ല, തന്റെ കൾച്ചർ മാറി അല്ലെ, അവിടുത്തെ യഹൂദ കൾച്ചർ അല്ലെങ്കിൽ ഹീബ്രു കൾച്ചർ മാറി. ഹീസ് ഇൻ അനദർ കൾച്ചർ ആൻഡ് ഓൾസോ ഹി ഗോട്ട് എ ഫ്രീഡം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ പാപം ചെയ്തില്ലെങ്കിൽ അവിടെ ജീവിക്കാനായിട്ട് ഒക്കത്തില്ല. സോ പാപം ചെയ്യാതെ അവന് ജീവിക്കാനായിട്ട് ഒക്കത്തില്ല, പാപം ചെയ്താലേ ജീവിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ അവൻ അവിടെ നിൽക്കാനായിട്ട് ഒക്കത്തില്ല. Even in that kind of temptation, hallelujah, അവന്റെ ആ ഫോഴ്സിനകത്തും hallelujah അവൻ പറയാണ്, I will stand for the holiness. Around 1 year before, I visited France. I attended pastors' meeting over there. I saw that maybe that is the part of their culture. Everybody was drinking wine in the pastors' meeting. 14% alcoholic wine they were drinking. They said that's a part of our culture. See, let me tell you one thing. God is not going to be look your culture and we accept you. Hallelujah. That maybe your society may accept your culture, but God never accept your culture. God wants you to believe according to the principles of the word of God. Hallelujah. In the Bible, this morning, then let me challenge you youngsters, those who are listening to me. Hallelujah. God is not going to be compromised with your culture. He will be, hallelujah, asking to live according to the word of God from His word. Other day, one of my assistant pastor, and he came to your country, UK. He's studying over there. I don't want to even tell which college. He's studying theology. He said, studying in a Pentecostal college. He said, see, most of the students here, they're living together. They're going for datings. He was asking to me one question, maybe around 3-4 days before. No, in the Pentecostal college, he said, this is they're doing it. He's telling, is it? No, he's telling them. So the culture, even the Pentecostals are following this culture, living together. I said, that may be their culture, but Bible is against fornications. Bible is against the fornications. Maybe your culture is promoting. Nobody will tell that. Maybe the police will support. Maybe the law will support. Maybe the society will support. Everybody will encourage. Nobody will shut a hallelujah. Nobody will speak against you. But what the Bible says, this morning day, I want to tell you the people, hallelujah, this year, God is expecting a holiness from you. Praise the Lord. Maybe surrounding you, you will find all these people, but you will find somewhere, you will find after this lockdown, you will find somewhere, some churches, those who are living for the holiness. എല്ലാവരും ലൂസ് കൾച്ചർ അല്ല, എല്ലാവരും ഇങ്ങനെയുള്ളവരല്ല.
There are people, hallelujah, there are a group of people, those who are standing with the principles of God. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് കൾച്ചർ അനുസരിച്ച് ജീവിക്കുവാനല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ഈ വർഷം ആഗ്രഹിക്കുകയാണ്. How many of you will be ready? God, I will live according to the principles of the word of God, not according to my culture. Praise the Lord. Samson is another example. Man with charismatic ministry, man with deliverance ministry, man with the giant. He was a giant in the ministry field. He was a leader. He was the hope of that nation. No people scared of him. See, externally he was a mighty man. Externally he was a charismatic. Externally, he was a deliverance minister. Externally, he was a powerful leader. Externally, he was the hope of the leader, hopeful leader for the people. But internally, he did not have a holiness. He did not have that holiness to the Lord. When the sin came, he embraced the sin. When the opportunity came, even his parents did not even know, those who are, hallelujah, walking with him, hallelujah. In the kalam parayate, your parents do not know what you are doing. Even others do not know what you are doing. The people, those who are staying within the home, they do not know what you are doing. Even your spouse doesn't know what you are doing. But our Almighty knows. Samson, your parents doesn't know. Your people doesn't know. You are walking through the vineyard where it is prohibited to you. You are, hallelujah, killing, hallelujah, a lion, hallelujah, that is prohibited. And you are eating that food that is prohibited, hallelujah. You are doing something, hallelujah, in a secretly. Nobody knows. Praise the Lord. Nobody knew. Not even the parents who walked with him. Maybe your spouse doesn't know. Maybe your parents doesn't know. Maybe your children doesn't know. Maybe no one knows. That is not unholiness. Externally, Samson was a holy man. But internally, God doesn't want your charisma. God doesn't want your skill. God doesn't want your talents. God doesn't want what you're doing. This morning then, God is asking you, can you present a pure and holy heart in the presence of God? Hallelujah. I don't know how many of you like this message, what to do. This is what the Lord asked me to be speaking. I did not even speak this message for, no, maybe, I don't know when I spoke. Lord asked me to be speak. I am speaking to you. I'm sorry. Friends, can you present your pure heart in the altar of God? ഇന്ന് പകൽക്കാലം ഒരു വിശുദ്ധിയുടേതായ ഒരു ഹൃദയം ദൈവ സന്നിധിയിൽ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? You can present a heart with so many things. With songs, with worship, with so many talents, so many charismas, so many ministries, and so many things, even generosity hearts, even with money, so many things you can give to the Lord. But can you give a pure heart? Some of you can even give maybe $1 million to the Lord. But can you give a pure heart to the Lord? God doesn't want all the material things. God doesn't want our external things. God doesn't want your all the things what you are expected. ഇന്ന് പകൽക്കാലം പറയട്ടെ, hallelujah, ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഒരു pure heart ആണ്. Can you present a pure heart in the presence of God when you're coming into the altar, when you're coming as we say right now, hallelujah. കുറച്ചുമേ നമ്മൾ പാടിയതുപോലെ കർത്താവേ, I will enter his courts with thanksgiving, hallelujah. When you are entering into the courts, hallelujah, of the tabernacle, hallelujah, God wants a pure heart. Praise the Lord. Samson versus Joseph. Everybody told to Joseph, he is a sinner. Everybody told to Samson, he is a pure man. All the world came to know Joseph is a sinner. All the world came to know Samson is a holy man. It's a contradicting. But God knew what was the heart. God knew the heart of Joseph. God knew the heart of Samson. Your end will predict. Your end will predict what type of life you lived. Maybe in front of others, everybody, those who looked on Joseph, everybody said he is a sinner. When he was caught, everybody said he is a sinner. When he was on the way to the prison, everybody said he is a sinner.
And in the prison, everybody said, you are a man who did the rape. No, you are a criminal. No, that also not an ordinary lady. No, you went to your boss. Everybody looked him in the wrong eye. But then the heavenly Father looked on him. Hallelujah. He knew that my son is an innocent. This hallelujah morning, I want to tell you, the people of God. Hallelujah. Sometimes people will tell you, you are wrong. But your heavenly Father knows that how much innocent you are. Hallelujah. If anybody is suffering with innocency, if anybody is blamed, hallelujah, because you did a good thing, let me tell you one thing. Even the whole world blame you, your heavenly Father will support you. Praise the Lord. എല്ലാവരും നമ്മളെ കുറ്റം പറഞ്ഞാൽ, എവരിവൺ, ലോകത്തിൽ സത്യം അറിയാവുന്നത് 3 പേരേ ഉള്ളൂ. ദൈവം തമ്പുരാന്, പിന്നെ യോസഫ്, പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക്. അല്ലാതെ ലോകത്തിൽ ആർക്കും സത്യം അറിയത്തില്ല. നോ വൺ നോസ്. ലോകത്തിൽ 2 വ്യക്തിക്ക് അറിയത്തുള്ളൂ സത്യം. ഒന്ന് പൊത്തിഫറിന്റെ ഭാര്യയ്ക്കും ജോസഫിനും. ലോകത്തിൽ എല്ലാവരും പറയാന്ന്, ഓ ജോസഫ് ഈസ് എ ക്രിമിനൽ. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ ആരെങ്കിലും ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവം തമ്പുരാന് സത്യം അറിയാമെങ്കിൽ, ഒരു ദിവസം നിങ്ങളുടെ സത്യം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ഇന്നസെൻസ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹോൾഡ് ഓൺ. ആൾക്കാർ നിങ്ങളെ ബ്ലെയിം ചെയ്യട്ടെ, ആൾക്കാർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യട്ടെ, നിങ്ങൾക്കെതിരായിട്ട് അപവാദം പറയട്ടെ, നിങ്ങൾക്കെതിരായിട്ട് സ്റ്റോറി ഉണ്ടാക്കട്ടെ. Let people make a story about you. Let me tell you, one day your innocency, one day your holiness will bring an honor. Amen. I believe in Jesus' name. One day your holiness will bring an honor in your life. Hallelujah. ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. No. Same way Samson was. Everybody said he's a holy man. He is a holy man. His parents also said, no. He is not. Nobody could believe it. What was going on through his heart. What he was doing, hallelujah, secretly. രഹസ്യമായി ചെയ്യുന്ന കാര്യം ആരും അറിഞ്ഞില്ല. പക്ഷേ one day the world came to know that what type of man he was. ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അന്തർഭാഗത്തിലെ സത്യമാണ്. The innocent. God want you to be holy. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഹല്ലേലൂയ. ദൈവം ഈ വർഷം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരായി നിൽക്കുവാനാണ്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ പെന്തക്കോസ്തുകാരെ ചേർക്കുവാനല്ല വരുന്നത്. യേശു കർത്താവ് വീണ്ടും വരുന്നത് അവൻ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് പ്രസംഗകരെ ചേർക്കുവാനല്ല, പ്രോഫറ്റ്സിനെ സ്വീകരിക്കുവാനല്ല, ഹല്ലേലൂയ, മിഷൻ ലീഡേഴ്സിനെ കൊണ്ടുപോകാനല്ല. God is not to be come, hallelujah, for the big leaders, hallelujah. He is coming, hallelujah, to be collected, hallelujah, the innocent and the holy people of God who stood for him. ചിലപ്പോൾ നമ്മുടെ കൾച്ചർ നമ്മളെ അനുവദിക്കത്തില്ല യോസഫിനെ പോലെ. നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് നിങ്ങളെ അനുവദിക്കത്തില്ല നിങ്ങൾ നിൽക്കുവാൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ബ്ലെയിം ആയാലും, പ്രശ്നത്തിൽ പോയേണ്ടി വന്നാലും, എന്റെ ജോലി നഷ്ടമായാലും, ഹല്ലേലൂയ, എനിക്കിനി എന്ത് അപമാനം സഹിക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, അദ്ദേഹം അവിടെ പാപം ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടത്തില്ലായിരുന്നു. അദ്ദേഹം പാപം ചെയ്തിരുന്നുവെങ്കിൽ താൻ ജയിലിൽ പോകത്തില്ലായിരുന്നു. താൻ പാപം ചെയ്തിരുന്നുവെങ്കിൽ അപമാനം ഏൽക്കത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ പുള്ളി പറഞ്ഞു, ഹല്ലേലൂയ, I am ready to, hallelujah, receive everything, hallelujah, for my holiness. ഞാൻ അപമാനം ഏൽക്കുവാൻ, ഞാൻ ജയിലിൽ പോകുവാൻ, ഞാൻ എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. For me, holiness is more important than any of these things. Praise the Lord. രണ്ടാമതായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹോണസ്റ്റി, വിശ്വസ്തത. ഹോളിനെസ് എന്ന് പറയുന്നത് നീയും ദൈവമായിട്ടുള്ള കാര്യം, നമ്മുടെ രഹസ്യ ജീവിതമാണ്. ഹോളിനെസ് ഈസ് ദാറ്റ്, നോട്ട് അവർ എക്സ്റ്റേണൽ തിങ്സ്. നമ്മുടെ രഹസ്യ ജീവിതമാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഹോണസ്റ്റി എന്ന് പറയുന്നത് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പബ്ലിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ചർച്ച്, നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ എൻവയറമെന്റ്, ഹല്ലേലൂയ, നിങ്ങൾ എവിടെ കീഴ്പ്പെട്ട് നിൽക്കുന്നു ആ സമൂഹമായിട്ടുള്ളതായ ഒരു ബന്ധം. Your commitments, your character towards your society and your family and your non-people is known as faithfulness. Holiness is your character towards God. Faithfulness, your character towards your society. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. I know that time is less.
You can note it down. ദാനിയേൽ 6:5 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദാനിയേലിന്റെ കൂട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകർ, ഹിസ് കൊളീഗ്സ്, they were watching him so many years. He was there for a long years. Was one of the senior staff in that palace. ഒരു സീനിയർ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. തന്റെ കൊളീഗ്സ്, തന്റെ സബോർഡിനേറ്റ്, മേ ബി തന്റെ സീനിയേഴ്സ് ഒക്കെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ദാനിയേൽ ചാപ്റ്റർ 6:5 ഞാൻ പെട്ടെന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തത്തില്ല എന്ന് പറഞ്ഞാൽ, we can find no fault of his character towards our office. He did not even cheat. He did not even take money. He is not a corrupt one. He is not a deceiver. He is not a bright man, hallelujah, taking man. He doesn't have any character issues. പക്ഷെ ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, നമുക്ക് അവനെ കൊടുക്കാൻ ഒരൊറ്റ കാര്യത്തിലെ കൊടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ഏത് കാര്യത്തിലെ? അവന്റെ ആരാധനയുടെ വിഷയത്തിലെ, അവന്റെ വിശ്വാസത്തിന്റെ വിഷയത്തിലെ, അല്ലെങ്കിൽ അവന്റെ ദൈവിക വിഷയത്തിലെ, അവനും ദൈവമായിട്ടുള്ള വിഷയത്തിൽ, അവന്റെ പ്രാർത്ഥനയിൽ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അല്ലാതെ ഒരു കാര്യവും കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തില്ല. ദിസ് ഈസ് എ ടെസ്റ്റിമണി ഓഫ് ഹിസ് കൊളീഗ്സ്, ദിസ് ഈസ് എ ടെസ്റ്റിമണി ഓഫ് ഹിസ് സീനിയേഴ്സ് ആൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് ദ പീപ്പിൾ അറൗണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിങ്ങളുടെ ഓഫീസിലെ ആൾക്കാരുടെ ടെസ്റ്റിമണി നിങ്ങളെ കുറിച്ച് എന്താണ്? Praise the Lord. God is asking to you, can you be a faithful person? ഇന്നും പ്രഭാതത്തിൽ ഞാൻ വായിച്ച വേദഭാഗത്തിനകത്ത് ഇതിനെ പോളിനെ കുറിച്ച്, പോൾ ആക്ട്സ് ചാപ്റ്റർ 25:10 പൗലോസ് തന്നെ പറയുന്നത്. പൗലോസ് അവിടെ ചെന്നിട്ട് താന് തന്റെ അന്യായം രാജാവിന്റെ മുന്നിൽ ബോധിപ്പിക്കുമ്പോൾ, ഫെലിക്സ് ഫെസ്തോസിന്റെ മുന്നിൽ, ഹല്ലേലൂയ, അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ താനെ, ഫെസ്തോസും അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലൊക്കെ താനെ ഇങ്ങനെ തന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഈ ന്യായപ്രമാണം എന്റെ വിശ്വാസം ഒഴിച്ചല്ലാതെ ഇവർക്ക് ഒരു കുറ്റം എന്റെ മേൽ കണ്ടെത്താനായിട്ട് ഒക്കത്തില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, ആൾക്കാർ നമ്മുടെ കുറ്റം കണ്ടെത്തുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ കുറ്റം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയം, നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശുദ്ധി, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ, ഹല്ലേലൂയ, അല്ലാതെ ഒറ്റ കുറ്റം കണ്ടെത്തുവാൻ നമ്മുടെ ഓഫീസിലോ, നമ്മുടെ വീട്ടിലുള്ളവരോ, നമ്മുടെ നാട്ടുകാരോ, നമ്മുടെ സൊസൈറ്റിക്കാരോ കണ്ടെത്തുവാൻ ഇടയാകരുത്. ദാറ്റ് ഈസ് കോൾഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഈ വർഷം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, യു ഷുഡ് ബി എ ഫെയ്ത്ത്ഫുൾ. ഓഫീസിൽ നിന്ന് ഒരൊറ്റ പേപ്പർ നമ്മുടെ വീട്ടിൽ വരരുത്, ഒരു പെന്ന് പോലും വരരുത്. നമ്മൾ അറ്റൻഡൻസ് ഇടുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് ഇടണം. Your country is a little more advanced country, there is no problem, but in our country the card is there, card system, swiping card. You know what they do? If somebody is late, they will give the card to their friend who is going early, tell that you swipe my card also. Let me tell you, you may get 500 rupees your salary, but you have to understand you are losing the God's favor. You win the war and lose the battle. Hallelujah. You will get the money, but you lose the favor of God. You will lose that testimony. നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞ ഹല്ലേലൂയ ടെസ്റ്റിമണി, ഹല്ലേലൂയ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ടെസ്റ്റിമണിയാണ് നീ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കണം. Money will come back, but your testimony will not even come back. നമുക്ക് ഓവർ ടൈം ചെയ്ത് 500 രൂപ അല്ലെങ്കിൽ 10 പൗണ്ട് നമുക്ക് എക്സ്ട്രാ നേടാം. പക്ഷെങ്കിൽ once you lost the testimony in the presence of God, you never get it back. Friends, let me tell you this morning time, your faithfulness, your testimony in the presence of God, what God is telling about you, hallelujah, what people tells about you, a testimony by the Lord, a testimony by your society is more important. Praise the Lord. One minute, just hold. Just hold on 1 minute. Your testimony
ദാനിയേലിനെ കുറിച്ച് തന്റെ കൊളീഗ്സ് പറയുന്ന ഒരു ടെസ്റ്റിമണി, ഈ ന്യായപ്രമാണത്തിലല്ലാതെ ഒരൊറ്റ വിഷയത്തിനകത്ത് നമുക്ക് അദ്ദേഹത്തിന്റെ കുറ്റം കണ്ടെത്തുവാനായിട്ട് ഒക്കത്തില്ല. നമ്മുടെ കൊളീഗ്സ് ഇതുപോലെ പറയണം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ കാണും, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കാണും, മറ്റു മണ്ഡലങ്ങളിൽ ജോലി ചെയ്യുന്നവർ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വിശ്വസ്തത ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. This man is a faithful man. Praise the Lord. പ്രിയപ്പെട്ടവരെ, അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരൊറ്റ അവിശ്വസ്തത ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ സമയമാകട്ടെ, നിങ്ങൾ പറയുന്ന വാക്കുകളാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാകട്ടെ, ഹല്ലേലൂയ, പണ ഇടപാടുകളിലാകട്ടെ, നമ്മുടെ വാട്ട് എവർ മേ ബി, ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ബി എ ഫെയ്ത്ത്ഫുൾ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്കൊരു ടെസ്റ്റിമണി ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനും. ഒരു രൂപയ്ക്ക് പോലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ടാക്സിനകത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ഓഫീസ്, നമ്മൾ ടൈമിനകത്ത് വിശ്വസ്തരായിരിക്കണം. നമ്മുടെ അസൈൻമെന്റിനകത്ത്, നമ്മുടെ പ്രൊജക്ട് വർക്കിനകത്ത് we should be faithful. This is what God is expecting. നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും സൗഖ്യവും ആരോഗ്യവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം this year God is expecting from you. ഹല്ലേലൂയ. നിങ്ങളൊരു വിശ്വസ്തനായി തീരണമെന്നാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആഖാൻ, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെ വായിക്കാം. ഹല്ലേലൂയ. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണിയ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻപെട്ടിയും കണ്ട് മോഹിച്ചെടുത്തു. ചിലത് കാണുമ്പോൾ ഒരു മോഹം ഉണ്ടാകും. സ്വർണം കാണുമ്പോൾ, വെള്ളി കാണുമ്പോൾ, അങ്കി കാണുമ്പോൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒരു മോഹം. ഹല്ലേലൂയ. ഒരു യാത്ര ചെയ്യാൻ ഒരു മോഹം, കൂടെ പോകാൻ ഒരു മോഹം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു മോഹം. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, ചിലത് കാണുമ്പോൾ നമുക്കൊരു മോഹം ഉണ്ടാകരുത്. നിങ്ങൾ ആ രാജ്യത്ത്, ഹല്ലേലൂയ, ഒരു വിശുദ്ധനായി, ഒരു ദാനിയേലിനെ പോലെ, ഒരു യോസേഫിനെ പോലെ ഒരു വിശുദ്ധനായി നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഈ വർഷം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, എന്നോട് ഉൾപ്പെടെ ഈ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ മോഹിച്ച് അതിന്റെ പുറകെ പോകരുത്. ആർക്കാണ് സംഭവിച്ചതറിയാം? അവൻ വിശ്വസ്തനല്ലായിരുന്നു. നമുക്കറിയാം സംഭവിച്ചത്. സ്വർണം എടുത്തു, വെള്ളി എടുത്തു, താന് ബാബിലോണിയ മേലങ്കിയൊക്കെ എടുത്തതേ ഉള്ളൂ, ഉപയോഗിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പലതും നേടിയെടുക്കാം, പക്ഷെ ഉപയോഗിക്കുവാൻ, അത് ആസ്വദിക്കുവാൻ ദൈവം തമ്പുരാനല്ലേ കൃപ തരുന്നത്. ഹല്ലേലൂയ. ആരോഗ്യം തരുന്നത് അവനല്ലേ, ആ ഒരു ആയുസ് തരുന്ന ദൈവമല്ലേ. ഹല്ലേലൂയ. നേടിയെടുക്കുവാൻ കഴിഞ്ഞേക്കാം. ആക്കാൻ you can take all these things, can you enjoy it? Judas, you can take 30 denarius. Hallelujah. Can you enjoy it? യൂദാ 30 വെള്ളിക്കാശ് കർത്താവിനെ വിറ്റിട്ട് മേടിച്ചു, എൻജോയ് ചെയ്തു. ഹല്ലേലൂയ. നേടിയത് കൊണ്ട് കാര്യമായില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ഒരൊറ്റ ഹല്ലേലൂയ പൈസ ഉള്ളെങ്കിലും, ഹല്ലേലൂയ, 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളെങ്കിലും, ഹല്ലേലൂയ, അവസാനത്തെ ഹല്ലേലൂയ വിധവയുടെ മാവ് പോലെ അല്പമേ ഉള്ളെങ്കിലും നീ വിശ്വസ്തനായി നിന്നാൽ എന്റെ ദൈവം അത് വർദ്ധിപ്പിക്കാൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ ആ വിധവ പറയാ, this is our last bread. But God said, if you obey me, this is not the last bread. This is going to be the first bread of miracle. Hallelujah. നീ വിശ്വസ്തനായി നിന്നാൽ നിന്റെ ലാസ്റ്റ് ബ്രെഡിനെ മിറക്കിളിന്റെ ഫസ്റ്റ് ബ്രെഡ് ആക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. Hallelujah. God wants. സാരമില്ല, 5 അപ്പവും 2 മീനേ ഉള്ളൂ. യേശു കർത്താവിന്റെ കരത്തിലോട്ട് കൊടുക്കും. കർത്താവ്, എന്റെ ശമ്പളം ഇത്രയേ ഉള്ളൂ. God, this is my income. This is my income. God, കർത്താവിന്റെ കരത്തിലോട്ട് കൊടുത്തേ. ദൈവം അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സംതൃപ്തി. ദാറ്റ്സ് വൺ വേർഡ്. യേശു കർത്താവ് കൊടുത്ത അപ്പം കഴിച്ചവർക്കെല്ലാം സംതൃപ്തി ഉണ്ടായി. ഉണക്ക അപ്പവും
ഹല്ലേലൂയ. ഭർത്താവിൻ എന്തോ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. You don't know what it is, but there was a satisfaction. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം തമ്പുരാൻ തരുന്നതിനകത്തൊരു സംതൃപ്തി ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ സാലറി 100 pounds ആകാം. ഹല്ലേലൂയ. Maybe a low salary, no problem. There is a satisfaction. Hallelujah. Your home may be a small house. Hallelujah. Your garden. Hallelujah. Your vehicle is maybe the lowest one. Hallelujah. No problem. When you're traveling, when you're staying, when you're working, there is a satisfaction which is coming from the Lord. 5 2 മിനിറ്റ് ദൈവം വർദ്ധിപ്പിച്ചപ്പോൾ ലഭിച്ചത് എന്താണെന്ന് അറിയാമോ? ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നോട്ട് ഓൺലി സാറ്റിസ്ഫാക്ഷൻ. ഹല്ലേലൂയ. When God bless you are going to be bless others. When God bless you, you will become a blessing to others. Not only a blessing towards you, your blessing will be flow to someone's life. വരാത്തവർ കൂടെ കൊണ്ടുപോകാൻ അനുഗ്രഹം. കർത്താവ് പറഞ്ഞു 12 കൊട്ട വീട്ടിൽ കൊണ്ടുപോകും. അവര് വന്നില്ല. യോഗത്തിന് വരാത്തവർക്കും കൂടെ തയ്ക്ക്. നമ്മളാണെ പറയാം യോഗത്തിന് വരാത്തവർക്കൊന്നും പ്രൊഫസറോട് കൊടുക്കരുത്, യോഗത്തിന് വരാത്തവർക്കൊന്നും പറയരുത്, യോഗത്തിന് വരാത്തവർ. കർത്താവ് പറഞ്ഞില്ല, യോഗത്തിന് വന്നവരെ അനുഗ്രഹിക്കും, യോഗത്തിന് വരാത്തവരെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോകും എന്നും പറഞ്ഞ് മടിച്ച് വീട്ടിൽ ഇരിക്കാനല്ല ഞാൻ പറയും. Praise the Lord. My time is getting up. I have one more point. ഏകസിയെ കുറിച്ച് നോക്കിക്കേ. 1 Kings chapter 5 verse 20 ഇത് തന്നെയാണ്. തന്റെ യജമാനന്റെ അടുക്കല് വലിയ എന്ന് പറഞ്ഞാൽ ബിഗ് വെൽത്ത്, ഭയങ്കര ഓഫറെ വിളിക്ക് കിട്ടിയത്. ഭയങ്കര ഓഫർ, എ ബിഗ് ജോബ്, എ ബിഗ് വെൽത്ത്, എ ബിഗ് ബിസിനസ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ചിലപ്പോൾ വലിയ വലിയ ഓഫർ വരും. പക്ഷെങ്കിൽ ദൈവകരമില്ലാത്ത ഒരൊറ്റ ഓഫർ കാണാൻ പോലും ഏലിശ പോയില്ല. ഏലിശ അത് കാണാൻ പോലും, ആ സ്വർണ്ണക്കട്ടി എങ്ങനെയുണ്ട്, വസ്ത്രങ്ങൾ എങ്ങനെയുണ്ട്, ആ വെള്ളിക്കട്ടി എങ്ങനെയുണ്ട്, കൊണ്ടുവന്ന ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണാൻ എന്റെ ദൈവം ചേർന്നത് മതി. എനിക്ക് അന്യാരാധനയുമായിട്ടുള്ള ബന്ധപ്പെട്ടതിന് വേണ്ട. ദൈവികമല്ലാത്തതൊന്നും എന്റെ ഭവനത്തിൽ വരരുതെന്ന് ഏലിശ പറഞ്ഞു. ഇന്ന് പകൽക്കാലം പറയട്ടെ, സ്വർണം കൊണ്ടുവന്നാലും വെള്ളി കൊണ്ടുവന്നാലും മേൽത്തരമായ മേലങ്ക കൊണ്ടുവന്നാലും അവൻ പറയുകയാണ്, നോ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. ഹല്ലേലൂയ. ഐ ഡോണ്ട് വാണ്ട് റിപ്പീറ്റ് വാട്ട് ഏഖൻ ഡിഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിശ തന്റെ വിശുദ്ധിക്ക് വേണ്ടി നിന്നു. ഹല്ലേലൂയ. എനിക്ക് വസ്ത്രം ധരിച്ചില്ലെങ്കിലും സ്വർണം കിട്ടിയില്ലെങ്കിലും എന്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ വിശ്വസ്തരായിട്ട് നിൽക്കണം. പക്ഷെങ്കിൽ ഗേഹസി അതിന്റെ പുറകെ പോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ വേണ്ടാന്ന് വെച്ചതിന്റെ പുറകെ നാം പോകരുത്. ദൈവവൃത്യന്മാർ, അഭിഷിക്തന്മാർ വേണ്ട എന്ന് വെച്ചതിന്റെ പുറകെ നാം പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഏലിശ വേണ്ട എന്ന് പറഞ്ഞതിന്റെ പുറകെ ഗേഹസിയെ നീ പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് ജനരോട് പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, you are going after what your parents rejected. ഏലിശ വേണ്ട എന്ന് പറഞ്ഞതിന്റെ പുറകെ നീയും പറയണം, ഏലിശയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഒരു രഹസ്യത്തിൽ പോയി ഹല്ലേലൂയ അതിനെ കൈവശമാക്കുവാൻ നീ ശ്രമിക്കരുത്. God is expecting you this year. Be holy and be honesty. നിങ്ങളുടെ ഓഫീസിലുള്ളവർ പറയണം, he's an honesty man. They will not even see your holiness. Only God sees your holiness. But people see your honesty. Your boss sees your honesty. Your colleague sees your honesty. Your society sees your honesty. Your house owner sees your honesty. Your insurance agent sees your honesty. അതിനകത്തൊക്കെ ഒരു ചെറിയൊരു തിരുത്തുമൊക്കെ കൊടുത്താൽ no, the insurance agent will say that you will say maybe at least 500 pounds. No, tell him that. I tried to become a loser to gain the testimony from the Lord. I am willing to become a loser to get a testimony from the Lord. I want to repeat what I said. Hallelujah. Hallelujah. Are you willing to lose? Are you willing to become a loser to gain a testimony from the Lord? Hallelujah. Thirdly, humility. God is expecting third thing from you. Be a man of humble. ഒരു താഴ്മയോടുകൂടി ഇരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. Humility is not simplicity. No, simplicity is different. I know some rich people. I am from Mumbai. No, big people. No, non-veg പോലും കഴിക്കാതെ porridge മാത്രം കഴിക്കുന്ന rich people. That is simplicity. They may travel in a
a medium car. That's a simplicity. Right? The Gujaratis are the rich people. Marwadis are the rich people in the city. No, their homes are small homes. Their costumes are not costly ones. That's simplicity. Adalla. Attitude. Your heart attitude. That is called humility. David, 1 Chronicles chapter 17 verse 16. 1 Chronicles chapter 17 verse 16. താൻ വെട്ടിപ്പിടിച്ചു രാജ്യങ്ങൾ, വലിയ അരമന ഉണ്ടാക്കി, അടുത്ത ഒരു ആലയം ഉണ്ടാക്കുവാൻ. നിങ്ങൾ ആ അധ്യായം താഴോട്ട് വായിച്ചാൽ ചാപ്റ്റർ 22 onwards വായിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. He accumulated lots of wealth, including gold. So many things. ഹല്ലേലൂയ. സലോമോൻ ഒന്നും ശേഖരിച്ചില്ല. കുറെ ഹല്ലേലൂയ ഹീരാമിന്റെ അടുക്കൽ നിന്ന് സീദോനിയന് കുറെ തടി കൊണ്ടുവന്നതല്ലാതെ, but every metals was a gift from David. അത്രമാത്രം സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. അല്ലേ? അതുമാത്രമല്ല, you have to be understand, he was a shepherd. Same day you have to be understand, he is not a poor man. I don't think so. Because he is the grandson of Boaz. ബോവസിന്റെ മകൻ ഓബേദിന്റെ മകൻ ഇശായിയുടെ മകനാണ് ഈ ദാവീദ് എന്ന് പറയുന്നത്. ബോവസ് ആ ബേത്ലഹേമിൽ ഏറ്റവും ധനവാനായ ഒരു മനുഷ്യനായിരുന്നു. തന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണ് ബോവസ് എന്ന് പറയുന്നത്. He is coming from a rich family. Might be out of his profession he went to the shepherding. I don't think he is coming from a poor family. If I'm wrong, I'm sorry about that. This is my understanding. Maybe by having a good tradition. ഭയങ്കര ട്രഡീഷൻ ഉള്ള ഒരു ഫാമിലിയിലുള്ളതാണ്. ബോവസിന്റെ കുടുംബത്തിൽ പിറന്ന ബോവസിന്റെ ഗ്രാൻഡ് സൺ ആണ്. റിച്ച് ഫാമിലിയിലുള്ളതാണ്. താൻ രാജാവാണ്. അക്യുമുലേറ്റഡ് വെൽത്ത് എല്ലാം ഉണ്ടാക്കിയിട്ടും അവസാനം നാഥാൻ പ്രവാചകന്റെ മുന്നിൽ ഹല്ലേലൂയ ഒരു ആലോചന കേട്ടിട്ട് താൻ ദൈവത്തിൽ ചെന്ന് പറയും, എന്റെ കർത്താവേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആര്? എന്റെ ഗ്രഹവും ഏതുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടൊന്ന് അനുഗ്രഹിച്ചു. അഹങ്കരിക്കാനല്ല, നിഗളിക്കാനല്ല, താഴ്മയോട് ദൈവത്തിന് നന്ദി പറയാനാണ്. എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, എന്നേക്കാൾ ജ്ഞാനമുള്ളവർ, ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ഉള്ളവർ, നല്ല ജ്ഞാനികൾ, നല്ല മാർക്ക് മേടിച്ചവർ, ഹല്ലേലൂയ, അവരിപ്പോഴും ഇന്ത്യയിൽ കിടന്നിട്ട് ഹല്ലേലൂയ 10,000 20,000 ശമ്പളം മേടിക്കുമ്പോൾ, ദൈവമേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്റെ ഗ്രഹം ഏതുള്ളൂ. God is expecting from you this year a portion of humility. ഞാൻ എപ്പോഴും എന്റെ വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമാണ്, don't forget 3 things. First one, don't ever forget God. Second thing, നിങ്ങളെ സഹായിച്ചവരെ മറക്കരുത് കേട്ടോ. നിങ്ങൾ UK വരാൻ, അയർലൻഡ് വരാൻ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഈ അവസ്ഥയിലായി തീരാൻ ദൈവം നിങ്ങൾക്ക് സഹായിച്ചതായ ഹല്ലേലൂയ, അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെട്ട ആരെങ്കിലും ഒരാൾ കാണും. എന്നെ ബോംബെയിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യനുണ്ടായി. റിമെമ്പർ ഓൾവേസ്, ഈവൻ റീസെന്റ് ഓൾസോ I left that ministry. I was working in an organization. I left that ministry, but still I wrote to him. Now because of you I am in Mumbai. I never forget. Often I call him and I say the same word, sir, I never forget you, because of you I am in Mumbai. Today I am a pastor of a church. I am having ministry, that is different. But hallelujah, hallelujah, I am mentioned and never kunna. Don't forget, hello, people those who help you. Maybe a telephone number, maybe an address, maybe a connection, maybe some advice somebody gave you. Don't forget that people. Third one, നമ്മുടെ പഴയ കാലം ഒരിക്കലും മറക്കരുത്. I remember my past sometimes. That poverty which my family went through. Today we are having blessings. I tell to my children, we lived 3 months with jackfruit alone. I went to the college without my sandal. With a barefoot I went to the college. No, I don't want to tell all these things, but don't forget from where you came. Today we are having pizza and pizza and KFCs and McDonald's, but don't forget, we are coming from a background of tapioca and jackfruit. Don't forget that also. Hallelujah. കാച്ചിലും ചേനയും ഒക്കെ തിന്ന് കഞ്ഞിയും കപ്പയൊക്കെ കഴിച്ചു വന്നതാണ് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർ. ഹല്ലേലൂയ, ഡോണ്ട് ഫോർഗെറ്റ്. ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ഇരിക്കണം. കർത്താവേ, നീ എന്നെ കൊണ്ടുവന്നതാണ് എന്റെ ജ്ഞാനം കൊണ്ടല്ല, എന്റെ ബുദ്ധി കൊണ്ടല്ല, എന്റെ IQ അല്ല, ഹല്ലേലൂയ, എന്റെ കുടുംബ ശ്രേഷ്ഠതയല്ല. ഹല്ലേലൂയ, nothing to boast. ഹല്ലേലൂയ, your grace alone. ഹല്ലേലൂയ, ദൈവമേ, നീയാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. നമുക്ക് താഴ്മ പഠിക്കാൻ ഏറ്റവും ഉദാഹരണം നമ്മുടെ യേശു കർത്താവാണ്. യേശു കർത്താവ്
അവൻ സൃഷ്ടിതാവാണ്. സൃഷ്ടിയുടെ മുന്നിൽ, ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ മുന്നിൽ ചെന്നിട്ട് പറയാണ്, give me a baptism. Give me a baptism. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ആ സമയത്ത് വലിയ വലിയ ലീഡേഴ്സ് എടുക്കാൻ പോവാറ്. He didn't go. He went a simple pastor. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ബാപ്റ്റിസം നടത്തുമ്പോൾ to whom you will call? നമ്മുടെ മാരേജ് നടത്താൻ to whom we will call? We'll call the big people of that time. Big leaders. Isn't it? But Jesus went and bowed down before that simple evangelist, a wilderness preacher, മരുഭൂമിയിലെ പ്രസംഗകനായ ഒരു സിമ്പിൾ ഇവാഞ്ചലിസ്റ്റ്, കാട്ടുതേനും വെട്ടുക്കിളിയും മാത്രം ഭക്ഷിക്കുകയും ഹല്ലേലൂയ തോൽവാര കൊണ്ട് മാത്രം ഹല്ലേലൂയ വസ്ത്രം ധരിക്കുകയും ചെയ്ത ഒരു സിമ്പിൾ ഇവാഞ്ചലിസ്റ്റ്, ഹല്ലേലൂയ ഒരു വിൽഡർനെസ് ഇവാഞ്ചലിസ്റ്റ് മുന്നിൽ ചെന്ന് പറയാണ്, give me a baptism. Can you? ഭർത്തമാക്കാരുടെ കല്യാണം നടത്തുമ്പോൾ അവരുടെ അച്ഛൻ തന്നെയാണ് അവരുടെ കല്യാണം നടത്താറുള്ളത്. അവരുടെ മാമോദീസ നടത്തുന്നത് അത് തന്നെയാണ്. പക്ഷെ പെന്തക്കോസുകാരുടെ ബാപ്റ്റിസവും അവരുടെ കല്യാണം നടത്തുന്ന അവരുടെ പാസ്റ്റർമാര് എന്തുവാ, വൺ ഓഫ് ദ പാസ്റ്റേഴ്സ്. ദാറ്റ്സ് നോട്ട് മൈ ടോപ്പിക്. ലെറ്റ്സ് മേക്ക് അപ്പ്. ടെംപ്റ്റേഷൻ കടന്നു വന്നപ്പോൾ യേശുവിന്റെ ആദ്യത്തെ ടെംപ്റ്റേഷൻ സ്റ്റോണിങ് ദ ബ്രെഡ്. എനിക്ക് യേശുവിന് ഒരു അവസരം കിട്ടുക തന്റെ സെൽഫായിട്ട് തന്റെ ആ അട്ടർമോസ്റ്റ് നീഡില. ഇനിയും ഒരു ചോട് നടക്കാനൊക്കത്തില്ല, ഒരു കഷ്ണം അപ്പം കിട്ടാതെ ഒരു ചോട് മുന്നോട്ട് പോകാനൊക്കത്തില്ല, ഒരു ജോലി കിട്ടാതെ ഇനി എനിക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കാനൊക്കത്തില്ല, അല്ലെങ്കിൽ ഒരു 10 pounds ഇല്ലാതെ എനിക്ക് ഒരു മണിക്കൂർ ഇവിടെ താമസിക്കാനായിട്ട് ഒക്കത്തില്ല. നോ, that type of crisis. Still Jesus said, I don't want anything from devil. ഡെവിളെ, നീ കാണിച്ച മാർഗ ഹല്ലേലൂയ, ആ മാർഗത്തിൽ കൂടെ എനിക്കൊരു നന്മ വേണ്ട. ഹല്ലേലൂയ. Tonight, hallelujah, this morning time, I want to tell you the people of God, hallelujah. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവം തമ്പുരാൻ യേശു കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. ആയിരങ്ങൾക്ക് അപ്പം കൊടുക്കുവാൻ, ഹല്ലേലൂയ, ആയിരങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ ഈ കരങ്ങളെ ബലപ്പെടുത്തി. കാരണം ഹല്ലേലൂയ, when you are having a strong dedication in the presence of God, when you are rejecting what the devil is giving you, God will use you for his glory to be fed thousands and thousands of people. He said, not my, എന്റെ കഴിവ്, എന്റെ ശക്തി, എന്റെ ഹല്ലേലൂയ മിറക്കിൾ വർക്കിംഗ് പവർ എനിക്ക് വേണ്ടിയല്ല. ഇറ്റ് ഈസ് ഫോർ സംബഡി. ഇന്ന് പകൽക്കാലം പറയട്ടെ, that is a humility. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുക. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ കാല് കഴുകി. From where he got that idea? യേശുവിനാ കിട്ടുന്നത്. അന്ന് വരെ ഒരു ലീഡേഴ്സും ചെയ്യാത്തൊരു കാര്യമാണ് യേശു കർത്താവ് ചെയ്തത്. ദാറ്റ്സ് എ ഹ്യൂമിലിറ്റി. യേശു എന്ത് ചെയ്തു? അടുത്ത ഡോങ്കയുടെ പുറത്ത് കയറി അല്ലേ? യേശുവിന് വേണമെങ്കിൽ കുതിരയുടെ പുറത്ത് കയറാം. ബിക്കോസ് ഈസ് എ വെൽ നോൺ പേഴ്സൺ. ആയിരങ്ങളാണ് യേശുവിനെ പറയാൻ പോകുന്നത്. ഒരു കുതിര വേണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ യേശുവിന് ഒരു കുതിര കിട്ടിയേരാമായിരുന്നു രാജാക്കന്മാരുടെ ലെവലിൽ നിൽക്കാൻ. We have to be in the same status of other people. നമ്മുടെ നെയ്ബറിന്റെ സ്റ്റാറ്റസിൽ നിൽക്കാൻ, നമ്മുടെ കൊളീഗിന്റെ സ്റ്റാറ്റസിൽ നിൽക്കുവാൻ, അടുത്ത പാസ്റ്ററുടെ സ്റ്റാറ്റസിൽ നിൽക്കുവാൻ, അടുത്ത ആൾക്കാരുടെ സ്റ്റാറ്റസിൽ നിൽക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ പകൽക്കാലം പറയട്ടെ, ആർ യു വില്ലിംഗ് ടു അക്സെപ്റ്റ് one doggy when the horses are available? പകൽക്കാലം I'm trying to be close my message. നമുക്കറിയാം അവസാനമായി ഹേരോദാവും നെബൂഖദ്നേസറും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവൻ മറ്റുള്ളവരെ പുകഴ്ത്തിയപ്പോൾ അവർ തന്നെ താൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഒരു ഗമണ്ഡം ഉണ്ടായി. They become proud in their life. They lost. Friends, I want to tell you this morning time, God is expecting this year a humble nature, a humility. നമ്മുടെ ജോലി ഒരിടത്തിരിക്കട്ടെ, നമ്മുടെ പൊസിഷൻ ഒരിടത്തിരിക്കട്ടെ, നമ്മുടെ ധനം ഒരിടത്തിരിക്കട്ടെ, but in the presence of God, if you want to be accepted, should be a humble. Can you become a humble person? I'm closing my message. No, I'm so sorry. This is what the Lord asked me to be preached. I know that it is not something that prosperity message, something will come, but this is what God is expecting this year. You should live for the Lord. When you leave this one, automatically the blessing will come.
automatically, hallelujah, the heaven will open for you. Automatically, hallelujah, the God will bless you, bless your children, bless your generation, bless your job, hallelujah. Hallelujah, beyond what you're expecting, God will do it, hallelujah. But are you willing to do this one for the Lord? Are you willing to live like this? ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ ചലഞ്ച് ചെയ്യാം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാനായിട്ടൊക്കെ. Holiness, honesty, humility. One more time. Holiness, honesty, humility. These three things God is expecting from our life. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. God give me this one. ഇന്ന് ഇത് മൂന്നും നമ്മുടെ ദൈവസഭകളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവമക്കളിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. Holiness, honesty and humility is disappearing from our churches, from the believers' families, from the life of the people. But this morning time, I want to tell you, the people of God, hallelujah, can you, hallelujah, regain him? Can you restore in your family? Can you restore in your personal life? Can you restore in your church the holiness, honesty and humility? This is what God is expecting you from this year. In 2021, this is what God is expecting from me and from you. Be a holy person. Be a person with honesty. Be a person of humility. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാർ. പ്രശംസിച്ചിടുവാ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ മായലോകേ പ്രശംസിച്ചിടുവാ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ ദൈവസ്നേഹം ഒന്നേൻ പ്രശംസയേ എന്റെ ആനന്ദമേ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഓ ഞാനോ കുറയേണമേ സ്നേഹമാ ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാൻ